ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് വന്നത് വൈകുന്നേരമല്ല ചായയൊക്കെ കൂട്ടാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മളെ പുരയിലുള്ള മിക്സിയും കുറച്ച് വലിയൊരു ചട്ടി ഉണ്ടെങ്കിൽ വെറും 5 മിനിറ്റിൽ തന്നെ ഈസി ആയിട്ട് ഈ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഈ കേക്ക് കണ്ടാൽ പറയല, ഇത് നമ്മൾ മിക്സിയിൽ ഉണ്ടാക്കിയെന്ന് അത്ര സോഫ്റ്റാണ്, അത്ര തന്നെ ടേസ്റ്റും ഉണ്ട് ഈ ഒരു കേക്കിന്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ടാക്കിയേ. അപ്പോൾ ഞാനിടയിൽ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് എയർപേയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇനിയില്ലേ നമുക്ക് ഈ അരച്ചിട്ടെടുത്ത ഈ മൈദ മിക്സ് ഉണ്ടല്ലോ, നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം മൈദൻ്റെ എല്ലാ സൈഡിലേക്ക് എത്തുന്ന പോലെ തന്നെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് നമ്മളെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഓവൻ സെറ്റപ്പ് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടില്ലേ മീഡിയം ഫ്ലെയിമിൽ ഇതൊരു പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടായിട്ട് ഒരു മിക്സി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 4 വലിയ മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയെങ്കിൽ ഒരു 5 മുട്ടയെല്ലാം എടുത്തോവാം. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചാര ഇട്ട് കൊടുക്കാം. പൊടിച്ച ശേഷം ഇത് 1 കപ്പ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത പഞ്ചസാര 1 കപ്പ് എടുത്തിട്ടായിട്ട് അതിന് പൊടിയാക്കിയെങ്കിൽ പഞ്ചസാര കൂടിപ്പോവും. അപ്പോൾ പൊടിച്ച ശേഷം 1 കപ്പ് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/3 കപ്പ് ഓയിലും ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒരു 2 മിനിറ്റ് നല്ലോണം തന്നെ നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം മിക്സിയിൽ. ഇപ്പോൾ ഇവിടെ ഞാൻ അടിച്ചെടുത്ത നമ്മൾ എഗ്ഗ് മിക്സിയിൽ അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം അടിച്ചിട്ട് നല്ല പ്ലഫി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് തന്നെ നമുക്ക് നല്ലോണം ഇത് മിക്സിയിൽ ഫുൾ സ്പീഡിൽ തന്നെ അടിച്ചിട്ടെടുത്തിക്കണോ. ഇനിയില്ലേ നമുക്ക് ഈ നേരത്തെ നമ്മൾ അരച്ചിട്ട് വെച്ച മൈദ മിക്സിയില്ലേ അതിൽ നിന്ന് കുറച്ചായിട്ടിട്ടിട്ട് നമുക്കിത് മിക്സ് ആക്കിയിട്ടെടുക്കാം. നല്ല മെല്ലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇങ്ങനെ ഹൈ സ്പീഡിൽ കുത്തി ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ നമ്മളെ എഗ്ഗിൽ ആ ഒരു പ്ലഫി ആയതെല്ലാം പോകും. അതുകൊണ്ട് മെല്ലെ തന്നെ നമുക്ക് ഈ മൈദ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് ഞാനിപ്പോൾ ഒരു 3 വട്ടമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് മിക്സാക്കി കൊടുക്കുന്നത്. എല്ലാം ഒന്നിച്ചിട്ട് ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചിട്ടിട്ടായിട്ട് മെല്ലെ തന്നെ നമുക്ക് കട്ട് ആൻഡ് ഫോൾഡിൽ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ മിക്സ് ആക്കിയിട്ടെടുത്ത നമ്മളെ ഈ ബാറ്റർ ഉണ്ടല്ലോ അത് ഞാനിവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ നേന്ത്രപ്പഴം ഉള്ളതുകൊണ്ടാണ് നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാം. ഞാനിതൊരു മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് കട്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയതെങ്കിൽ ഒരു 1-1.5 ഇട്ട് കൊടുത്താൽ മതിയാവും ഈ ഒരളവിന്. അപ്പോൾ ഇത് ചെറിയതായതുകൊണ്ട് 2 ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും വെള്ളമൊന്നും കൂട്ടാണ്ട് നല്ല പോലെ ഇതൊന്ന് അരച്ചിട്ടെടുത്തിട്ട് വരാം. ഇനിയില്ലേ നമ്മൾ ഈ അരച്ചിട്ടെടുത്ത നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഇതില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ലേ മിക്സ് ആക്കിയിട്ട് എടുക്കണം നമ്മൾ എഗ്ഗ് ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മുമ്പൊക്കെ എനിക്ക് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനിയില്ലേ ഈ മിക്സ് നമുക്ക് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബേക്കിംഗ് ട്രേ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിന്. ഈ നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ച ഈ പാത്രയില്ലേ ഓവൻ സെറ്റപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ കേക്ക് ടിന് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ ഈ മൂടിന് ഇങ്ങനെ ഹോൾസ് ഉണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ മറ്റും വെച്ചിട്ട് ഇങ്ങനെ ഈ ഹോൾസ് ബന്ധാക്കി കൊടുക്കണം. എന്നിട്ടായിട്ടില്ലേ ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു
25 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഞാനിവിടെ വെന്തിനാന്ന് ചെക്കാക്കാനായിട്ട് ഒരു സ്ക്രൂവർ കുത്തി നോക്കി നല്ല ക്ലീനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് തണിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് വിടിയിച്ചിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഇത് ഉണ്ടാക്കാനും ഈസിയാണ്. നമ്മളെ പിള്ളമാർക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ബനാന ചേർത്ത് വെച്ചിട്ട് അധികം ബനാനയുടെ ഫ്ലേവർ ഒന്നും ഇതിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബനാന ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു കേക്ക് കഴിക്കാം. ഇത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിലില്ലേ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ എൻ്റെ ചാനലിൽ ഇടത്തോളം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയത്. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണ് പ്രസ് ആക്കിയെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ അത് എനേബിൾ ചെയ്തെങ്കിൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.